സ്വർഗീയ അഗ്നി, ഹെവൻലി ഫയർ, ഹെവൻലി ഫയർ. ആ സ്വർഗീയ അഗ്നി നിങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങളുള്ള അന്ധകാരം നീങ്ങിപ്പോകും. പിശാചനിക വർഷങ്ങളായി നിങ്ങളുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകളുണ്ട്. അതിപ്പോൾ തന്നെ അഴിഞ്ഞു തുടങ്ങിയ എന്താ അനുഭവപ്പെട്ടത്? SH മെഡിക്കൽ സെൻ്ററിലെ റിപ്പോർട്ടാണിത്. പൂർണ്ണമായിട്ട് ആ സിസ്റ്റ് മാറുകയുണ്ടായി. അത്ര ശക്തമായൊരു വിടുതലാണ് ഈ മകൾക്ക് കിട്ടിയത്. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കും. ഇവിട്ട് പോലെ നെഞ്ചു വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ തോന്നുന്നു. ഇതിനകത്ത് ഞങ്ങൾ വരുമ്പം വരെ ഇവിടെ വരെ ഇങ്ങനെ കാണാൻ വരുന്നൊരു ചുമപ്പ് കളർ. ഈ കാഴ്ച തന്ന ആരാ? യേശു. നേരത്തെ കണ്ണ് തുറക്കത്തില്ല. ഇല്ല. എനിക്ക് ആദ്യം മുഖമൊന്നും കാണൂലായിരുന്നു. ഇപ്പം മുഖം കുറച്ച് കാണുന്നുണ്ട്. ഇതിന് വേണ്ടി തലത്തിട്ട് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് കഴുത്തുവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. കാലിന് വേദനയായിട്ട് നടക്കാൻ പോലും വയ്യാതെ ഞാൻ ഇങ്ങോട്ട് വന്നേ. കാല് നടക്കാം. 20 വർഷമായിട്ട് ഒരാളുടെ സഹായം വേണം. 20 വർഷമായിട്ട് ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ നടക്കാൻ സാധിക്കത്തുള്ളൂ. ശക്തി നിങ്ങളോട് പോരാടുന്നവർ നിങ്ങൾ പറ, പിശാചേ നിനക്ക് എന്റെ മേൽ ഒരു ദോഷവും വരുത്താൻ കഴിയത്തില്ല, കാരണം എന്റെ അകത്തിരിക്കുന്നവൻ ശക്തനാണ്. സ്വർഗീയഗ്നി ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി വർണ്ണവർഗ ജാതി വ്യത്യാസമില്ലാതെ, സഭാ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി വന്ന് ആയിരങ്ങളുടെ മേൽ ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അവരുടെ എല്ലാ ഭാരങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കടന്നു വരുവാനുള്ള അനുവാദമുണ്ട്. നേരത്തെ മുൻകൂട്ടി ദയവായി നിങ്ങൾ ഫോണിലൂടെ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. ആ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന അഗ്നിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് സ്വയം അറിയുവാൻ കഴിയും. ഇന്നും ഈ കേൾക്കപ്പെടുന്ന വചനങ്ങൾ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് എഴുന്നള്ളി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ നിയമം ചെറിയ നിയമങ്ങളെ ഇല്ലാതാക്കുന്നത് പോലെ അസാധ്യതകളെ സാധ്യമാക്കുന്നതാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ഒന്ന് കരമേത്തുന്ന ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഭൂമിയിലെ നിയമങ്ങളെ ദൈവിക നിയമങ്ങൾ കീഴടക്കുന്നു. എന്താ പറഞ്ഞേ? ഭൂമിയിലെ നിയമങ്ങളെ ദൈവിക നിയമങ്ങൾ കീഴടക്കുന്നു. അപ്പോസ്തലന്മാര് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് അവർ ലോകത്തിൽ ആയിരുന്നപ്പോൾ, കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇറങ്ങിയപ്പോൾ എതിർപ്പുകൾ കൂമ്പാരം പോലെ കൂടി വന്നു. അന്നും എതിർപ്പുകളുണ്ട്, ഇന്നും എതിർപ്പുകളുണ്ട്. ദൈവത്തിന്റെ വേലയാണോ, ദൈവത്തിന്റെ അത്ഭുതങ്ങളാണോ, അതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ അന്നും ഇന്നുമുണ്ട്. കാരണം ദൈവത്തിന്റെ അത്ഭുതങ്ങളെ സഹിക്കാൻ കഴിയാത്തത് ആർക്കാണ്? ആർക്കാ? സാത്താന്. അപ്പോൾ ആ ദൈവിക അത്ഭുതങ്ങളെ എതിർക്കുന്നതപ്പോ ആരാ? സാത്താന്റെ കൂട്ടാളികളായി നിൽക്കുന്നവർക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുന്ദരം എന്ന ഗോപുരത്തിൽ ഭിക്ഷ യാചിച്ചവൻ, അവൻ അനേക വർഷങ്ങളായി ഭിക്ഷ യാചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവൻ ഒരു സമ്പന്നനായ ഭിക്ഷാടകനായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവനെ തന്നെ അവിടെ ചെന്നിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു 3-4 പേര് കൂടി അവനെ ദിവസവും അവിടെ കൊണ്ടുചെന്ന് അവിടെ വെക്കും, ഇരുത്തും.
അപ്പോൾ ഈ 4 പേർക്ക് കൂലി കൊടുത്ത് അവനെ അവിടെ കൊണ്ട് നിരുത്താനും തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള പണം അവൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവനെ സമ്പന്നനായ ഭിക്ഷക്കാരനെന്ന് വിളിക്കേണ്ടി വരും. അങ്ങനെ ഭിക്ഷ യാചിച്ചവൻ അതേ അത്ഭുതമായിട്ടാണ് യഹൂദ പണ്ഡിതന്മാരും മറ്റുള്ളവരും കണ്ടത്. 40 വയസ്സുള്ള ഒരുവൻ, അവൻ അതാ ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ കടന്നു ചെന്ന് ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ഒരിക്കലും നടക്കാത്തവൻ നടക്കുകയാണ്. ഇവന്റെ നിഘണ്ടുവിൽ ഇവൻ നടക്കുമെന്നില്ല. കാരണം ജന്മനാ അവൻ ഇങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. ഇനി ഒരിക്കലും കാലം മുൻപോട്ട് പോകുമ്പോഴും അവന് നടക്കുവാൻ കഴിയുകയില്ല എന്നുള്ള അവനെ കാണുന്നത് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ശക്തി ഇന്നും നമ്മുടെ മേൽ കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവശക്തി വെളിപ്പെടും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന് എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രതിസന്ധികൾ മാറണമെന്ന് ഇവിടെ എഴുതി തന്നിരിക്കുന്നത്. ഈ ദൈവം അത്ഭുതം ചെയ്യുമോ? എന്താ പറയുന്നു? എനിക്കൊന്ന് അകത്തിരിക്കുന്നവരൊക്കെ പുതിയ ആളുകളാണ്. പുറത്തിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുക, ഈ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമോ? ഒന്ന് വെളിയിൽ നിന്നെങ്കിലും ശബ്ദം ഇങ്ങോട്ട് വരട്ടെ. ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, എന്നിൽ കൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ എത്ര വലുതാണ്. എത്രയോ ലക്ഷം ആളുകളെ ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ തലയിൽ കരം വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. അത് തന്നെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ആരെല്ലാം ഇതിനെ എതിർത്താലും, ഇതിനെതിരായി ആരെല്ലാം നിന്നാലും, ഇതിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങളിലേക്ക് ഒഴുകി എത്തുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ അത്ഭുതമാണ്. 4 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഓരോ പ്രാർത്ഥനയിലും അവർ വിളിച്ചു പറയുന്ന സത്യങ്ങളെ നമ്മൾ കേട്ടവരാണ്. പുതുതായിട്ട് വന്നവർ കേട്ട് കാണത്തില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ ഓൺലൈനിലോ TV-യിലോ കണ്ടവർ കേട്ട് കാണും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ആരുടെയും ശക്തിയല്ല. നമ്മുടെ ദൈവം സർവശക്തനാണ്. അവൻ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാണ്. യേശു ചെയ്ത അത്ഭുതങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. യേശുവിന്റെ അത്ഭുതങ്ങൾക്ക് ചില വ്യത്യസ്തതകളുണ്ട്. അതിനെക്കുറിച്ചാണ് അല്പമായി ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. യേശു ലോകത്തിൽ വന്ന ശേഷം ഒന്നാമതായി അവൻ ഈ ലോകത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ അവനിലെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, വചനത്തിന്റെ ശക്തി അനുസരിച്ച് ഓരോ അത്ഭുതങ്ങളിലും ഓരോ പാഠം പഠിക്കുവാൻ നമുക്കുണ്ട്. ഉണ്ടോ? ഓരോ അത്ഭുതങ്ങളിലൂടെയും ഓരോ പാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. ദൈവം ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങളും ഒരുപോലെയല്ല. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11 പറയുന്നു, യേശു ഇത് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തതിന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ കാനാവിൽ ചെയ്ത അത്ഭുതമെന്ന് പറയുന്നത് അടയാളങ്ങളുടെ ആരംഭമായി യേശു ചെയ്തു. അവന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തി. ആ മഹത്വം വെളിപ്പെടുത്തിയത് കൊണ്ട് അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈ ശിഷ്യന്മാരെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മളെ പോലെ തന്നെ പൂർണ്ണ വിശ്വാസമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ ചില ആളുകൾ യേശുവിനോട് ചില സമയങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിച്ചു. ഇന്നും നമുക്ക് അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞാലും, ദൈവം സർവശക്തനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും അത്ഭുതങ്ങൾ കാണണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നിൽക്കുമ്പോൾ തന്നെ വീണ്ടും നാം ദൈവത്തോട് അത്ഭുതങ്ങളെ ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തെങ്കിൽ.
പ്രിയപ്പെട്ടവരെ, ആരാണ് അത്ഭുതങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ പൂർണ്ണ വിശ്വാസമില്ലാത്ത ആളുകളാണ് അത്ഭുതങ്ങളെ അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളെ അന്വേഷിക്കുകയല്ല ചെയ്യുന്നത്, ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ. ദൈവിക പ്രവാചകന്മാരായ മോശ, അഹരോൻ, ഏലിയാവ്, പത്രോസ്, പൗലോസ് എന്നിവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്, അവരിലൂടെ അത്ഭുതങ്ങൾ ഒഴുകിയെത്തിയത് സർവശക്തനായ ദൈവം അവരിൽ കൊടുത്ത ശക്തിയിലൂടെയാണ്. അപ്പോൾ പ്രത്യേകമായ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് അത് കൊടുത്തത്. നമുക്ക് എന്തെങ്കിലും ഒരു ശക്തി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ശക്തിയുടെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമുക്ക് തന്ന ഈ ജീവിതത്തിന് ഉദ്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിനുള്ള ഉദ്ദേശങ്ങൾ, ദൈവം തന്ന ഉദ്ദേശങ്ങളെ മറന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് നമ്മിൽ ചെയ്യുവാനുള്ള അത്ഭുതങ്ങൾ ഇന്നും നമ്മിൽ മറഞ്ഞു കിടക്കുന്നത്. ചില ആളുകൾ പറയുന്നത്, എനിക്ക് ഇത്ര വയസ്സായി, ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്തിട്ടില്ല, ആ അത്ഭുതങ്ങളൊന്നും എന്നിൽ ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല. ഇന്ന് ദൈവം ആ അത്ഭുതം പ്രവർത്തിക്കുന്നെങ്കിൽ ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ സ്വന്തം ശക്തിയിലാണ് അത്ഭുതങ്ങളെ ചെയ്തത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ തൻ്റെ ദൈവികത്വം വെളിപ്പെടുത്തുന്നതിനാണ്. അപ്പോൾ യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് ഒന്നാമതായി നാം കാണുന്ന അത്ഭുതങ്ങളിലൂടെ നാം വിശ്വസിക്കണം. എൻ്റെ പേര് ഷിനി എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കൈനടിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഒരു 4 മാസമായിട്ട് ഉറക്കമില്ല, പിന്നെ എല്ലാത്തിനും ഭയമാണ്, ഒന്നിനൊരു ഉത്സാഹമില്ലാത്തൊരവസ്ഥ, പിന്നെ ക്ഷീണം, അങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എന്നോട് ഹാർവസ്റ്റ് ചാനലിൽ മമ്മി ഇങ്ങനെ വിളിച്ച് പറയുന്നത്, തിരുമേനിയുടെ അടുക്കലൊന്ന് പോകാൻ പറയുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു, തിരുമേനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരുമേനി എനിക്ക് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഞാൻ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ എന്നോട് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് എഴുന്നേറ്റപ്പം ചോദിച്ചു എന്താണ് കണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇരുട്ടാണ്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഇരുട്ടാണ് കണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ച് വീണു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഡ്യുവൽ മൈൻഡ് പോലെയാണ്. എനിക്ക് ഉള്ളിലറിയാം എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്നറിയാം, പുറമെ എന്നെ ആരോ നിയന്ത്രിക്കുക, ഒരു കൈയും കാലും എല്ലാം ഇട്ട് എന്നെ കറക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോഴും ഫാസ്റ്റിംഗ് ആയിരുന്നു, ഞാൻ ഉപവസിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എനിക്കറിയാം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഉയർച്ചയെല്ലാം നശിക്കുക, ഞാൻ എത്ര പഠിച്ചാലും അത് പഠനം പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. എക്സാം എഴുതി ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ ഇൻ്റർവ്യൂ വരെ പോകും, അവർ പറയും നല്ലതായിട്ടാണ് ഇൻ്റർവ്യൂ എടുത്തെന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ച് വീട്ടിൽ ചെന്നാൽ നമുക്ക് ജോലിയുടെ മെമ്മോ വരില്ല. ഇങ്ങനെ എൻ്റെ നന്മകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക, മക്കളില്ല, 6 വർഷമായിട്ട് മക്കളെ കിട്ടുന്നില്ല. അങ്ങനെ പ്രയാസത്തോടെ ഇരുന്നപ്പോഴാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ പിന്നെ തിരുമേനി വീണ്ടും പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പം എനിക്ക് കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു റെഡ് കളർ പോലെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു, പാട്ട് പാടുന്നൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ചെവിയിലൊക്കെ ഈ പാട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്നെ അസ്വസ്ഥമാക്കുകയാണ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥിച്ച വെള്ളം എൻ്റെ നെറ്റിയിലും 2 കൈകളിലും ഒഴിച്ചപ്പോഴത്തേക്കും വളരെ ഈ നല്ലൊരു പ്രകാശമാണ് കാണുന്നത്. അപ്പോൾ ആ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറുക. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ തിരുമേനി വരും. തിരുമേനി വന്നിട്ട് നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും ആ അനക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പൈശാചിക ആ ബന്ധനം എന്നെ അങ്ങ് ഇല്ലാണ്ടാവും. ഇല്ലാണ്ടായി കഴിഞ്ഞ് പിന്നെയും ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പം വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എനിക്ക് കാണാൻ പറ്റിയത് ഈ സൈഡിൽ നിന്ന് യേശു ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വന്നപ്പം ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച്, ഞാൻ അറിയാതെയും ചെയ്തിട്ടുള്ള എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് എനിക്ക് മോചനം നൽകണം. കാരണം എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഈ ഉള്ളിലിരിക്കുന്ന ഈ സാധനം എന്നെ ഇട്ടങ്ങ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. അപ്പം എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് അപ്പോഴാണ് യേശു ഇങ്ങനെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം തിരുമേനി വന്ന് എന്നെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും
മുകളിൽ നിന്ന് ഒരു നക്ഷത്രം പോലെ ഒരു പ്രകാശമാണ്. ആ പ്രകാശം ഇങ്ങനെ എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പറന്നിങ്ങനെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഇപ്പം തിരുമേനി പറഞ്ഞു വചനം വായിക്കണം, ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കാൻ പോലും പള്ളിയിൽ ചെന്നാൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ബിംബം പോലെയായിരുന്നു ഞാൻ നിന്നിരുന്നത്. പക്ഷേ എനിക്കിപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ബൈബിള് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്നേഹമാണ്, ബൈബിളിന് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നും. ബൈബിള് വായിക്കാണ്ടിരിക്കുമ്പോൾ ഈ പഴയ ആ ഒരു പ്രശ്നം വരും എന്ന് വെച്ചാൽ നമ്മൾ ഏതാണ്ട് അന്ധകാരം വരുന്ന പോലെ തോന്നും. അതുകൊണ്ട് ബൈബിള് വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ദൈവം തിരുമേനിക്ക് കൊടുത്ത ഈ അനുഗ്രഹം, തിരുമേനി എന്നെ അതിൽ നിന്ന് രക്ഷിച്ചതിന് തിരുമേനിയോട് ഞാൻ ഒരുപാട് നന്ദി പറയും. ഈ മകളും അവളുടെ ഭർത്താവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവരാദ്യമായിട്ട് കോട്ടയത്താണ് വന്നത്. കഴിഞ്ഞ മാസത്തെ പ്രാർത്ഥന കോട്ടയത്താണ് വന്നത്. അന്നത്തെ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലായത് ശക്തമായൊരു പൈശാചിക ബന്ധനത്തിനകത്താണ് ഈ മകൾ അകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുകയുണ്ടായി. എനിക്കൊന്ന് ഹസ്ബൻഡ് PhD കംപ്ലീറ്റ് ചെയ്തു. ഷീൻ നല്ല പേര്. ഷീൻ PhD വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് PhD ഒരു വിധത്തിൽ ഈ ഷീന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്താ അങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ അനുഭവപ്പെടുന്നത്? പഠിക്കാനല്ല, നമുക്ക് ഓപ്പൺ ഡിഫൻസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ വഴിയാണ് ഇപ്പം നടക്കുന്നത്. അപ്പം ഞാനത് ഒരു 50-69 പേരോളം ഓൺലൈനിലുണ്ടായിരുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വെറുതെ ഏങ്ങലടിച്ചങ്ങ് കരയുക. അപ്പം എല്ലാവരുടെയും മുന്നിൽ ഇത്രയും പഠിച്ച് ഇത്രയും പ്രായമുള്ള ഞാൻ ഈ കൊച്ചു കുട്ടിയെപ്പോലെ ഇരുന്ന് കരയുക എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നും പറയാൻ സമ്മതിപ്പിക്കത്തില്ല. ഞാൻ ചെയ്ത വർക്ക് എനിക്ക് പറയാനോ അവതരിപ്പിക്കാനോ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ PhD കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ശക്തമായ പൈശാചിക ആക്രമണത്തിലായിരുന്നു. അതുകൂടാതെ വേറെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടായിരുന്നു? പഠനത്തിലല്ലാതെ അതല്ലാണ്ട് ഞാൻ PSCയുടെ എക്സാമിന് ഒരു 6 മാസം മുന്നേ പോയി. അപ്പം ആ സമയത്ത് ഞാൻ തിരുമേനിയുടെ അടുത്ത് എത്തുന്നില്ല, TV-യിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 3 ദിവസം മുന്നേ ഞാൻ തിരുമേനിയെ വിളിച്ച് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു എക്സാമുണ്ട്, PSC HSST ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ എക്സാമാണ്, തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം തിരുമേനി പറഞ്ഞു പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ തലേ ദിവസം എൻ്റെ കണ്ണ് കാണുന്നില്ല. ഞാൻ വായിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം ഈ അക്ഷരങ്ങളെല്ലാം മങ്ങി പോകും. അപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. ഞാൻ ഉടൻ തന്നെ തിരുമേനിയെ വിളിച്ചു. തിരുമേനി എനിക്ക് വേണ്ടി അപ്പോൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഈ കണ്ണ് അതെങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. എൻ്റെ കൂടെയുള്ളവരോടെല്ലാം ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണിന് പ്രാർത്ഥിച്ച ഉടനെ ആ കണ്ണിലെ ബുദ്ധിമുട്ടെല്ലാം മാറി ഞാൻ എക്സാം എഴുതി മെയിൻ ലിസ്റ്റിൽ വന്നു. ഇനി ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വെച്ച് നടന്ന പ്രാർത്ഥനയിലൂടെയാണ് ഒരു വിടുതൽ കിട്ടിയത്. എന്താ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് അനുഭവപ്പെട്ടത്? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ ഈ നിലത്ത് കിടക്കുകയായിരുന്നു. അപ്പം പാട്ട് പാടുമ്പോഴത്തേക്കും എൻ്റെ ഈ ദേഹത്തിരിക്കുന്ന സാധനത്തിന് ബുദ്ധിമുട്ടാണ്. അത് ഈ നമ്മുടെ ദേഹം പൊള്ളുന്ന മാതിരിയാണ്. നമ്മളെ അങ്ങോട്ടിട്ട് എന്തോ ഒരു ഭാരം എൻ്റെ ദേഹത്ത് കയറിയിരിക്കുക. നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ ഇവിടെ കയറിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. പക്ഷെ ഉള്ളിൽ നമുക്കറിയാം എന്തോ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അറിയാം. അപ്പം ഞാൻ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ആഗ്രഹമാണ്, എനിക്കിതിൽ നിന്ന് വിടുതൽ വേണം എന്നെനിക്ക് ആഗ്രഹം തന്നെയായിരുന്നു. കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് തിരുമേനി തൊട്ടപ്പോഴത്തേക്കും ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ അതെനിക്ക് എങ്ങനെ അറിയിക്കണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ എൻ്റെ ഇവിടെ നിന്ന് ഒരു നക്ഷത്രം പോലെ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പൈശാചിക ശക്തി ഉണ്ടെന്നുള്ളത് ഈ വിടുതൽ കൂടെ തെളിവായി. തീർച്ചയായിട്ടും അതെ. അത് തന്നെയല്ല, യേശുവിനേല് ഈ പിശാചിന് അത്രയും പേടിയാന്നുള്ളത് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റി. നമ്മളൊന്നും മനസ്സിൽ അതായത് നമുക്കൊരാഗ്രഹം വേണം, എൻ്റെ ഇതിൽ നിൽക്കുന്ന ഈ സാധനം എന്നിൽ നിന്ന് വിട്ടു പോകണം, എനിക്കൊരു ജീവിതം വേണം എൻ്റെ കർത്താവേന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിടുതലുണ്ടാകുമെന്നും ഈ യേശു ജീവനുള്ള ദൈവമാണെന്ന് ഞാനിവിടെ സാക്ഷ്യം പറയുകയാണ്. ഈ ശുശ്രൂഷയുള്ള ദൈവം കൊടുത്ത വിടുതലിലൂടെ
അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ. തുടർന്നും പഠിച്ചത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മകളെ കെട്ടിവെച്ചിരുന്ന യഥാർത്ഥത്തിൽ ഈ 4 മാസം കൊണ്ടാണോ ഈ പ്രശ്നം, അതോ അതിന് മുമ്പേ ഉണ്ടോ? 1 വർഷത്തോളം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ 4-5 മാസമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പ്രാർത്ഥനയില്ല, ഒരു ഭയമാണ്, എല്ലാത്തിലും ഭയം, ഇരുട്ട്, ഉറക്കമില്ലായ്മ, അങ്ങനെയായിരുന്നു. മരിക്കണമെന്നുള്ള ആത്മഹത്യ ചെയ്യാൻ ചില സമയത്ത് എല്ലാം തളർന്നു പോകുമ്പം തീർന്നേക്കാം, ഇവിടം കൊണ്ട് തീർന്നേക്കാം, അങ്ങനെയുള്ള തോന്നൽ വരെ ഉണ്ടായിരുന്നു. ദൈവം കൊടുത്ത ഈ അത്ഭുത വിടുതലിനായി കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് യേശുവിൻ്റെ ആ രൂപം മനസ്സിലാക്കി. യേശുവിൻ്റെ ആ രൂപം ആ ആൾക്കാരിലുള്ള ഒരു ഇത് ഹാപ്പി സന്തോഷമുണ്ട്. ഹല്ലേലൂയ. വെളിച്ചം കണ്ടു. ഒരു വലിയ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. നല്ല പ്രകാശം ഉണ്ടായിരുന്നു. ഒരു നല്ല മാറ്റമുണ്ട്. എങ്ങനെ യേശുവിന്റെ വേഷം എന്താ? ഡ്രസ്സ് വെളുത്തിലായിരുന്നു. ആ, വെളുപ്പ് മാത്രമോ? എൻ്റെ മുമ്പിൽ. എന്താ തോന്നുന്നു? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ശരീരത്തിലെ മനസ്സിലും ഇല്ല. പരിശുദ്ധാത്മാവേ, നല്ല വെട്ടം ഇങ്ങനെ മുഖത്തോട്ടടിച്ച്, പിന്നെ കാലിൻ്റെ വേദനയ്ക്ക് ഒരു ശമനമുണ്ട്. തലയ്ക്കകത്തും എനിക്കൊരു വീട്ടിൽ പോയിട്ട് ഉറങ്ങാൻ പറ്റുമോ നോക്കിയിട്ട് പിന്നെ റിലാക്സ്. ഹല്ലേലൂയ. വെള്ളം എന്തോ ഒരു ഇത് പോലെ തോന്നുന്നു. എന്താണെന്നറിയത്തില്ല, എന്തോ സംതിങ് അറിയത്തില്ല. ഈ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ പ്രകാശം എന്നല്ല, ഇങ്ങനെ എന്തോ ഒരു ബാധ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയ പോലെ, ഒരു ബാധ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയ പോലെ. ബാധ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി. അതെങ്ങനെ മനസ്സിലായി? അത് ഒരു ഓട്ടം പോയി. ഉറപ്പാണ്. ഹല്ലേലൂയ. എന്താ പേര്? സാബു, കോഴഞ്ചേരി. വെളിച്ചം വരുന്നുണ്ട്. എത്ര വലിയ വെളിച്ചം? ഒരു വലിയ വെളിച്ചം. എങ്ങോട്ട് വന്നു? കണ്ണിലോട്ട് വന്നു. എന്താ തോന്നുന്നു? എന്തെങ്കിലും വ്യത്യാസം മനസ്സിനോ? എന്തെങ്കിലും മനസ്സിന് ആശ്വാസം. ഹല്ലേലൂയ. എന്താ അനുഭവപ്പെട്ടത്? ഒരു വെളിച്ചം വന്ന്, ഒരു ചുമപ്പ് അച്ചൻകോവിനടുത്തുനിന്ന് ചെമ്പനരുവിന്ന് അനുഭവപ്പെട്ട ഒരു വെളിച്ചം ഇങ്ങനെ വന്നിട്ട് ഒരു ചുമപ്പുമല്ല, ആ ചുമപ്പും വെള്ളയെല്ലാം കൂടെ. എന്താ അനുഭവപ്പെട്ടത്? ഒരു 100 വോൾട്ടിന്റെ പ്രവേശിച്ച പോലെ, ബൾബിന്റെ പ്രകാശം. ആശ്വാസം തോന്നുന്നു. വെള്ള വെളിച്ചം എന്ന് പറഞ്ഞാൽ എത്ര വലിയ വെളിച്ചം? വലിയ വെളിച്ചമായിരുന്നു കണ്ണിലോട്ട്. ഇപ്പൊ എന്താ തോന്നുന്നു? ഇപ്പം കുഴപ്പമൊന്നും. ആ, വേണ്ട. അപ്പൊ ഇത്ര വലിയൊരു ദൈവകൃപ, എന്താ പറയുന്നു? സന്തോഷം. ഒരു വെളിച്ചം ഞാൻ കണ്ടു. ഒരു വെളിച്ചം ഇങ്ങനെ വട്ടം കറങ്ങിപ്പോകുന്ന പോലെ, ശരീരത്തോട്ട് വന്നില്ല, ഇങ്ങനെ കറങ്ങിപ്പോകുന്നു. നല്ല പ്രകാശം പോലെ ഒരു വെളിച്ചം ഇങ്ങനെ കറങ്ങിപ്പോകുന്നു. നല്ല റിലീഫ് ഉണ്ട്. എന്തോ ശരീരത്തിന് ബലമില്ലാതെ ഒരവസ്ഥ. അത് ആദ്യമേ അങ്ങനെ ഉണ്ടായിരുന്നു. എത്ര വലിയ വെളിച്ചം? നല്ല ഭയങ്കര. വീട്ടിൽ നിന്ന് വന്നപ്പോ ഇങ്ങനെ വല്ലതും പ്രതീക്ഷിച്ചാണ് വന്നേ? മമ്മിയുടെ ദേഹത്തുള്ള സാധനം ഇറക്കി വേണമെന്നുള്ള ഒറ്റ ചിന്തയല്ലോ. എന്താ തോന്നുന്നു? നല്ല ആശ്വാസം. ഈ ശുശ്രൂഷയിൽ ഇന്ന് വന്നത് നല്ലതായി എന്ന് തോന്നുന്നു. എന്തോ പോയി ഉണ്ടോന്ന് സാധനത്തിന് ഞങ്ങൾ വിട്ടോ? എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു? തലയ്ക്ക് പെരുപ്പം പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി വിട്ടുപോയി ശരീരത്തിൽ നിന്ന്. ഓടിപ്പോയി. എത്ര ദിവസം കൊണ്ട്? ഒരാഴ്ചയായിട്ട്. കരയുയർത്തി എന്തോ ഒന്ന് പോയതുപോലെ, വിട്ടുപോയ പോലെ തോന്നുന്നില്ല? എന്തോ ഒരു വെളിച്ചം, എന്തോ ഒരു വെട്ടം കണ്ട പോലെ. വെട്ടം വന്നു ശരീരത്തിൽ.
പരിശുദ്ധ ദൈവമേ സ്തോത്രം. ഇതിന് മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, ക്ലേശകരമായ ജീവിതങ്ങളിൽ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പരാതി പറയുന്ന നിരാശയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗ്ഗകരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തത് എന്താണെന്ന് ശരിക്കും അവരുടെ ഹൃദയങ്ങളിൽ അറിയുവാൻ, അവിടുത്തെ ജീവൻ തന്നെ സ്വയം ബലിയായി അർപ്പിച്ച ദൈവമാകുന്നുവല്ലോ. അവിടുത്തെ അവസാന തുള്ളി രക്തം വരെ നിന്റെ മക്കൾക്ക് വേണ്ടി പകർത്ത് നൽകിയ ദൈവമേ, അവിടുത്തെ ആ തങ്കച്ചോരുടെ ശക്തി ഇപ്പോൾ നിൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ രോഗം ബാധിച്ച ശരീരങ്ങളിൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. ആശുപത്രി കിടക്കുകൾ, ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, ഫോണിലൂടെ ഞങ്ങളോട് ആവശ്യപ്പെട്ട ഓരോ രോഗികളെയും ഇപ്പോൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. കർത്താവെ, പലവിധമായ ഭാരങ്ങളുള്ള കുടുംബ ബന്ധങ്ങൾ നയിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധത്തിൽ പ്രതീക്ഷയോടെ ആഗ്രഹങ്ങളോടെ കാൽ വെച്ച് കയറിയവർ ഇപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ അവരനുഭവിക്കുന്ന ഭാരങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ഒരു കുടുംബജീവിതത്തെ പണിയുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്നാൽ അതിനെ തകർക്കുന്ന പിശാചിൻ്റെ പദ്ധതിയെ സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. ദൈവശക്തി അവരുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ഇപ്പോൾ ആ ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ. അന്ധകാരം വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.